ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലേസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നവംബർ 18 ചൊവ്വാഴ്ച നിഫ്റ്റിയുടെ എക്സ്പയറിയിലേക്കാണ് കിടക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നലെ നിഫ്റ്റി 50 സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും പൊതുവെ ഒരു അപ് ട്രെൻഡ് തന്നെ നിലനിർത്താനായിട്ട് ഇൻഡെക്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 25,900 എന്നൊരു ലെവൽ മറികടന്നുകൊണ്ട് 26,000 ആ ഒരു സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ടുള്ള ഒരു ക്ലോസിംഗ് നടത്താനായിട്ട് ഇൻഡെക്സിന് കഴിഞ്ഞു എന്നുള്ളത് നിക്ഷേപകരെ സംബന്ധിച്ചിട്ട് ഏറെ ആശ്വാസം പകരുന്ന ഒന്നുകൂടിയാണ്. ഏകദേശം 103 പോയിൻറ്റ്സിൻ്റെ ഒരു റാലിയായിരുന്നു നിഫ്റ്റി 50 ഇന്നലെ കണ്ടിരുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഡേ ഹൈ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 26,024.2. ഇത് ഏകദേശം ക്ലോസിങ്ങിൻ്റെ വളരെ അടുത്ത് നിൽക്കുന്നൊരു ടൈമിലായിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ലെവലിന് വളരെ അടുത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. ഇനി ഡേ ലോ പരിശോധിക്കുകയാണെങ്കിൽ 25,906.35 എന്നൊരു നിലയാണ് പ്രധാനമായിട്ടും ഒരു ഡേ ലോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇൻഡെക്സിലേക്ക് പരിശോധിക്കുമ്പോഴേക്കും പൊതുവെ എല്ലാ സെക്ടേഴ്സിലും ഇന്നലെ ആ ഒരു മൂവ്മെൻറ്റിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത് നിഫ്റ്റി ബാങ്കിങ് സൂചികയിലും അതിനോടൊപ്പം തന്നെ PSU ബാങ്ക് ഇൻഡെക്സിലും ഉണ്ടായ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. ബാങ്കിങ് സൂചികയെ സംബന്ധിച്ച് തുടർച്ചയായിട്ട് ഇൻട്രാഡേയിൽ തുടർച്ചയായിട്ട് ഓൾ ടൈം ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തൊരു സ്ഥിതിയായിരുന്നു നിഫ്റ്റി ബാങ്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പൊതുവെ എല്ലാ ബാങ്കിങ് ഓഹരികളും പ്രത്യേകിച്ചും PSU ബാങ്ക് ഇൻഡെക്സും ഇന്നലെ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തുന്നൊരു ആ ഒരു ലെവലിന് വളരെ അടുത്തേക്ക് എത്തുന്നൊരു സ്ഥിതിയായിരുന്നു കണ്ടിരുന്നത്. AU ബാങ്ക്, കനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, കോട്ടക് ബാങ്ക് തുടങ്ങിയ ഓഹരികളാണ് ഏറ്റവും കൂടുതൽ ഇന്നലെ നേട്ടം നൽകിയിട്ടുള്ള ഒരു ബാങ്കിങ് സെക്ടറിലെ ഓഹരികളെന്ന് പറയുന്നത്. ബാങ്കിങ് സെക്ടറിൽ തന്നെ ഇന്നലത്തെ ഒരു ക്ലോസിംഗ് പരിശോധിക്കുമ്പോഴേക്കും 445.15 പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റത്തിൽ 58,962.7 എന്നൊരു നിലയിലാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. ഡേ ഹൈ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 58,605.3. ഡേ ലോ എന്ന് പറയുന്നത് ഡേ ഹൈ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 59,001.55 എന്നൊരു നിലയും ഡേ ലോ എന്ന് പറയുന്നത് 58,605.3 എന്നൊരു മാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ത്രൂ ഔട്ട് ദ ഡേ പരിശോധിക്കുമ്പോൾ 58,000 എന്നൊരു ലെവലിന് മുകളിൽ നിലനിർത്താൻ 58,600 എന്നൊരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യമായ തോതിലുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ ഈ കഴിഞ്ഞ ട്രേഡിംഗ് സെഷൻസിലായിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്നത് ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു നിഫ്റ്റിയുടെ PSU ബാങ്ക് ഓഹരികൾ അല്ലെങ്കിൽ PSU ബാങ്ക് കമ്പനികളിലുണ്ടായിട്ടുള്ള ലയനവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് വന്നതാണ് PSU ബാങ്ക് ഇൻഡെക്സിൽ ഇത്തരത്തിലൊരു വോളറ്റൈലിറ്റി അല്ലെങ്കിൽ PSU ബാങ്ക് ഓഹരികൾ ഇത്തരത്തിലൊരു വോളറ്റൈലിറ്റിക്ക് കാരണമായതെന്നാണ് അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി എടുത്തു പറയുന്ന ഒരു മൂവ്മെൻറ്റ് ഇന്നലെ നിഫ്റ്റി ബെഞ്ച്മാർക്ക് ഇൻഡെക്സിൽ ഒരു പക്ഷേ ഒരു 100 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻ്റ് ആയിരുന്നു നടത്തിയതെങ്കിൽ മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ ഇന്നലെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നൊരു സ്ഥിതിയായിരുന്നു കണ്ടത്. അതായത് ബ്രോഡർ മാർക്കറ്റിൽ പല ഓഹരികളും അല്ലെങ്കിൽ പല സ്റ്റോക്സിലും വളരെ കൃത്യമായിട്ടുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡ് അല്ലെങ്കിൽ അപ് ട്രെൻഡ് നിലനിൽക്കുന്നതായിട്ടാണ് അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ബ്രോഡർ മാർക്കറ്റിൽ വളരെ ശക്തമായിട്ടൊരു റാലി അറ്റംപ്റ്റ് സ്റ്റേജിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിഫ്റ്റിയും ഒരു പക്ഷേ നിയർ ടേമിൽ ആ ഒരു ബുള്ളിഷ് മൊമെൻറ്റം നിലനിർത്തിയേക്കും എന്നൊരു അനാലിസാണ് പല വിദഗ്ധരും നൽകിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് അന്താരാഷ്ട്ര തലത്തിലേക്ക് പോകുമ്പോൾ US മാർക്കറ്റിൽ വീണ്ടും ഒരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഡൗ ജോൺസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം 550-ലധികം പോയിൻറ്റ്സിൻ്റെ ഒരു ഇടിവാണ് ഡൗ ജോൺസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. S&P 500 സൂചികയിൽ പരിശോധിക്കുമ്പോഴേക്കും 62 പോയിൻറ്റ്സിൻ്റെ ഒരു ഇടിവും നാസ്ഡാക്കിലേക്ക് വരുമ്പോഴേക്കും 200-ലധികം പോയിൻറ്റ്സ് ഒരു ഇടിവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൊതുവെ ഒരു സെല്ലിംഗ് പ്രഷറായിരുന്നു ഡൗ ജോൺസ് സൂചികയിലും അതിനോടൊപ്പം തന്നെ മറ്റ് US സൂചികളിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ അമേരിക്കയിലടക്കം ഉയർന്നു വന്നിരിക്കുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് സ്റ്റോക്സുമായിട്ട് വളരെ അപൂർവഭൂതമായിട്ടുള്ള ആ ഒരു മുന്നേറ്റം വലിയ തോതിൽ ഒരു ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു ഓവർ വാല്യൂഷൻ സ്റ്റേജിലേക്ക് ഒരു സ്ട്രെച്ച് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ലെവലിലേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് കടന്നു വന്നിരിക്കുന്നു എന്നാണ് അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിച്ച് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടും അനലിസ്റ്റായിട്ടുള്ള CLSAയുടെ അനലിസ്റ്റായിട്ടുള്ള അലക്സ് റെഡ്മാൻ്റെ അഭിപ്രായം പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു AI ബബിൾ സെക്ടറിലേക്ക് അല്ലെങ്കിൽ AI ഒരു ബബിളിലേക്ക് US മാർക്കറ്റുകൾ അടുത്തുകൊണ്ടിരിക്കുന്നതിൽ കടന്നിരിക്കാനുള്ളൊരു സാധ്യത വളരെ ഏറെയാണ് എന്നാണ് CLSAയുടെ ചീഫ് ഇക്വിറ്റി സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള അലക്സാണ്ടർ റെഡ്മാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു റിലേറ്റഡ് സ്റ്റോക്സിൽ വളരെ ശക്തമായിട്ടുള്ളൊരു റാലിയാണ് ഈ ഒരു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു പക്ഷേ ഒന്നുകിൽ ഒരു ബബിളിലേക്ക് കടന്നിരിക്കാം അല്ലെങ്കിൽ അതിനെ വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്നൊരു നിരീക്ഷണമാണ്, ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ക്യാഷ് ഔട്ട് ചെയ്യാനുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം കൂടി അദ്ദേഹത്തിൻ്റെ CLSAയുടെ ചീഫ് ഇക്വിറ്റി സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള അലക്സാണ്ടർ റെഡ്മാൻ്റെ ഭാഗത്ത്
ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് S&P 500 സൂചികയാണ്. S&P 500 സൂചികയിലേക്ക് കടക്കുമ്പോഴേക്കും ആ ഒരു സൂചികയിൽ ഏകദേശം 7ഓളം ഓഹരികളിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ, അതായത് ഈ ഒരു മാഗ്നിഫിഷ്യൻ 7 എന്ന് പറയുന്ന ഓഹരികളിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ നടന്നിരിക്കുന്നതെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മൊത്തം ഇൻഡെക്സിൻ്റെ മൊത്തം മാർക്കറ്റ് ക്യാപ്പ് മാത്രം ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ടോപ്പ് ആയിട്ടുള്ള 10 കമ്പനികളാണ്. അത്രയധികം ഒരു കോൺസെൻട്രേറ്റഡ് ലെവലിലേക്ക് എയർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് നീങ്ങിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പരിശോധിക്കുമ്പോഴേക്കും ഈ ഒരു S&P 500 സൂചികയുടെ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത് റെക്കോർഡ് ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് കൂടിയാണ് അദ്ദേഹം വിലയിരുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഓരോ ഡോളറും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ ഡോളറിനും വളരെ കൂടുതലായി ഡോളറിന് മുകളിലുള്ള റവന്യൂ ആണ് ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൂടി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി പ്രോഫിറ്റ് മാർജിൻ ഒരു പരിധി വരെ, അതായത് ഈ എയർ റിലേറ്റഡ് എൻവിഡിയ അടക്കമുള്ള കമ്പനികളുടെയൊക്കെ പ്രോഫിറ്റ് മാർജിൻ വർദ്ധിക്കുന്നത് ഒരു പക്ഷേ ഒരല്പം ആശ്വാസം പകരുന്നുണ്ട് എങ്കിൽ പോലും അതൊരു ശാശ്വതമായ നിലയിലുള്ള പരിഹാരമായിട്ടല്ല അദ്ദേഹം കണക്കാക്കിയിരിക്കുന്നത്. ഇനി PE പരിശോധിക്കുകയാണെങ്കിൽ 2021 നവംബറിന് ശേഷമുള്ള ആ ഒരു 2020 നവംബറിലെ PE മറികടന്നുകൊണ്ടൊരു കുതിപ്പാണ് അല്ലെങ്കിൽ ഒരു ഹൈക്കാണ് ഈ ഒരു PE റേഷ്യോയിൽ S&P 500 കേസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി S&P 500 സൂചികയുടെ PE റേഷ്യോ മറികടക്കേണ്ടത് ഈ ഒരു .com ബബിൾ സമയത്തുണ്ടായിരുന്ന ആ ഒരു റേറ്റ് മാത്രമാണ് എന്ന വളരെ ക്രൂഷ്യലായിട്ടൊരു ജാഗ്രതാ നിർദ്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ഇനി ഏണിങ്സ് ഈൽഡും അതിനോടൊപ്പം തന്നെ ബോണ്ട് ഈൽഡും തമ്മിലുള്ള ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 2002 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊരു അനാലിസിസ് കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ഒരു ബബിൾ മാർക്കറ്റിനുള്ള എല്ലാ സാഹചര്യങ്ങളും അമേരിക്കൻ വിപണിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് CLSAയുടെ ചീഫ് ഇക്വിറ്റി സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള അലക്സാണ്ടർ റെഡ്മൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു എയർ റിലേറ്റഡ് പ്രത്യേകിച്ചും എൻവിഡിയ പോലുള്ള ഓഹരികളെ സംബന്ധിച്ചുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് റവന്യൂ ഫോർകാസ്റ്റും ആ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് വീണ്ടും മാർക്കറ്റിനെ വീണ്ടും സ്ട്രെച്ച് ചെയ്യുന്ന ഒരു തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് കൂടി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി എയർ റിലേറ്റഡ് അതിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും വലിയ തോതിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. ഒരു പക്ഷേ ആ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു വാല്യൂഷൻ ആനുപാതികമായിട്ടുള്ള റവന്യൂ റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂടി കണക്കിലെടുക്കണം. ഇത് വലിയ തോതിലൊരു റിസ്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അനലിസ്റ്റുകൾ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെയധികം വളരെയധികം ജാഗ്രത കൈവരിച്ചുകൊണ്ട് മാത്രമേ ഇനി മുതൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ എന്ന് കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി US-ൻ്റെ ഒരു എക്കോണമി മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് പല തരത്തിലുള്ള ഇക്കണോമിക് ഡേറ്റകൾ പരിശോധിക്കുമ്പോഴും അത്ര പോസിറ്റീവായ തരത്തിൽ അത്ര അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ല സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രൈവറ്റ് സെക്ടർ, അതായത് ഈ ബൂം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ എംപ്ലോയ്മെൻറ്റിലേക്ക് വരുമ്പോഴേക്കും അതൊരു സ്ലോ ഡൗൺ ആയിട്ടാണ് കാണുന്നത്. അതിനോടൊപ്പം തന്നെ ഇൻഫ്ലേഷൻ പരിശോധിക്കുമ്പോഴും ഈ ഒരു ഇത്രയധികം നടപടികൾ സ്വീകരിച്ചിട്ട് പോലും ഒരു 3% മുതൽ 4% വരെയുള്ള റേഞ്ചിനകത്ത് സ്റ്റിക്കി ആയിട്ട് ഇൻഫ്ലേഷൻ നിലനിൽക്കുന്നു എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള സെൻറ്റിമെൻറ്റ്സും അതിനോടൊപ്പം തന്നെ ഹൗസിംഗ് മാർക്കറ്റിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും ഒരല്പം മോഡറേറ്റ് അല്ലെങ്കിൽ സോഫ്റ്റൻ ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റിൽ ഒരു കുറവ് വന്നിരിക്കുന്നു എന്ന ഒരു നിർദ്ദേശം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ചുരുക്കത്തിൽ ഈ ഒരു ബബിൾ അല്ലെങ്കിൽ ഒരു ബൂം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പൊതുവെ അമേരിക്കയുടെ എക്കണോമിക് തലം അല്ലെങ്കിൽ എക്കണോമിക് പശ്ചാത്തലം എന്ന് പറയുന്നത് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ അത്ര പോസിറ്റീവ് അല്ല എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഇന്നിപ്പോൾ മാർക്കറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടതുണ്ട്. അത്തരം ഡീറ്റെയിൽസുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് റിസർച്ച് ഡെസ്കിൽ നിന്ന് മുഹമ്മദ് സഫാനാണ്. സഫൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ് സഫൻ, ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ചും കഴിഞ്ഞൊരു വെള്ളിയാഴ്ച വൈകുന്നേരം കണ്ടിരുന്ന ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ കണ്ടിരുന്ന ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു ഇന്നലെയും നിഫ്റ്റി 50 ഒരു ട്രേഡിംഗ് നടന്നിരുന്നത്. 26,000 എന്നൊരു ലെവലും മറികടന്നുകൊണ്ട് സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള ആ ഒരു ലെവലും മറികടന്നുകൊണ്ടുള്ള ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യാനായിട്ടും നിഫ്റ്റി 50ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ നിഫ്റ്റി 50 ഉണ്ടായിട്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റിനെ അനലിസ്റ്റുകൾ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത്? തീർച്ചയായിട്ടും നിയർ ടേമിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒരു സാധ്യതയാണോ, അതോ ഇവിടെ നിന്ന് വീണ്ടും ആ ഒരു മൊമെൻറ്റം ഉൾക്കൊണ്ടുകൊണ്ടൊരു ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 26,277 എന്നൊരു ലെവൽ മറികടക്കാനുള്ള ഒരു സാധ്യത അവർ കാണുന്നുണ്ടോ? യെസ്, ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് നിഫ്റ്റി കറൻ്റ് ട്രേഡ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് 2 ഡേയ്സ് ആയിട്ട് സ്പൈക്കിംഗ് വോളിയം ആക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ 26,104 എന്ന റീസെൻറ്റ് ഹൈ
അതൊരു ഹഡിലാണ്. അതും കൂടി മറികടന്നാൽ ഷോർട്ട് ടു മീഡിയം ടൈം ഒരു ട്രെൻഡിൽ ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കൂടാതെ നിഫ്റ്റിയിൽ ലാസ്റ്റ് 5 days ആയിട്ട് ലോവർ ലെവലിൽ നിന്ന് പ്രോപ്പറായി ഡിമാൻഡ് എടുക്കുന്ന നിഫ്റ്റിയാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ റീസെന്റ് 25,000 അതുപോലെ 25,451 എന്ന ലെവലെല്ലാം സ്ട്രോങ് സപ്പോർട്ട് സോണായി നിഫ്റ്റിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കൂടാതെ ഓവറോൾ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽസിന് ശേഷം പ്രോപ്പർ ഫോളോ ത്രൂ ക്യാൻഡിൽസ് ആണ് സ്റ്റോക്സിലെല്ലാം ലഭിക്കുന്നത്. അതുപോലെ മാർക്കറ്റ് ബ്രെഡ്ത്ത് ഇൻഡിക്കേഷൻസിലെല്ലാം ഗ്രാജുവൽ ഇംപ്രൂവ്മെന്റ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. കൂടാതെ മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ ഒരു നല്ലൊരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് ഒരു പ്രോപ്പർ മൊമെന്റ് സ്മോൾ ക്യാൻഡിലാണെങ്കിൽ പോലും മൊമെന്റ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. 59,692 എന്ന ലെവൽ ഒരു ഹൈ ഡിമാൻഡ് സോണായി മിഡ് ക്യാപ്പ് ഇൻഡെക്സിലും ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിഫ്റ്റിയിലെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരേണ്ടതുണ്ട്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഈ ഒരു നിഫ്റ്റിയുടെ റാലിന് ഏറ്റവും കൂടുതൽ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സപ്പോർട്ട് നൽകിയിരിക്കുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ഒരുപക്ഷെ നിഫ്റ്റി ബാങ്ക് സൂചികയായിരിക്കും. ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ടുള്ള സമയങ്ങളിൽ ഓൾ ടൈം ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ടൊരു കുതിപ്പായിരുന്നു നിഫ്റ്റി ബാങ്ക് സൂചികയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും ഒരു ഓൾ ടൈം ഹൈ ലെവൽ തന്നെയാണ്. 58,962.7 എന്ന നിലയിൽ 59,001 എന്നൊരു നിലയിൽ 0.55 എന്നൊരു നിലയിൽ ഒരു ഓൾ ടൈം ഹൈ ലെവൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു കുതിപ്പ് വീണ്ടും ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുമെന്നാണ്. ഒരു ഓൾ ടൈം ഹൈ ലെവലിലേക്ക് എത്തിയ സ്ഥിതിക്ക് ഒരു നിയർ ടൈമിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗിൽ ഒരു സാധ്യതയുണ്ടോ? ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചത് ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിൽ ബാങ്ക് നിഫ്റ്റിയാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും. ലാസ്റ്റ് ഡേ ന്യൂ ഹൈ രേഖപ്പെടുത്തി. കൂടാതെ മൊമെന്റം ക്യാരിൽ വിത്ത് സ്പൈക്കിംഗ് വോളിയം ആക്ഷൻ ആണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് 2 days ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ പോക്കറ്റ് പിവറ്റ് വോളിയം ബേസ്ഡ് ബൈയിങ് ആണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ റീസെന്റ് ഹഡിലായ 58,480 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുന്ന ബാങ്ക് നിഫ്റ്റിയാണ് ലാസ്റ്റ് 2 days ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോൺ അതായത് 58,480 എന്നത് നിയർ ടേം സപ്പോർട്ടായും 57,484 എന്നത് ഒരു ഹൈ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസും അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട്. 7th നവംബറിലാണ് ഈ ഒരു മേഖലയിൽ പ്രോപ്പർ റീടെസ്റ്റ് സ്കാനിൽ ഹൈ ഡിമാൻഡ് സോണിൽ ഫോം ചെയ്തത്. അതിനെ തുടർന്ന് കണ്ടിന്യൂസ് അപ്സൈഡ് റാലിയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കൂടാതെ ഈ ഒരു മേഖലയിലെ HDFC ബാങ്കിന്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ HDFC ബാങ്കിൽ കണ്ടിന്യൂസ് റേഞ്ച് കൺസോൾട്ടേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ലാസ്റ്റ് 2 days ആയിട്ട് സ്പൈക്കിംഗ് വോളിയം ആക്ഷൻ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. 1013 എന്ന ഹൈ റിജക്ഷൻ സോൺ HDFC ബാങ്കിൽ മറികടക്കാൻ സാധിച്ചാൽ ഒരു മൊമെന്റം റാലി തന്നെ ബാങ്കിങ് സ്റ്റോക്സിലെല്ലാം ലഭിക്കാനുള്ള ഒരു പോസിബിലിറ്റീസും അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട്. സഫാൻ, അതിനോടൊപ്പം തന്നെ ചോദിക്കാനുള്ള മറ്റൊരു ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ആയിരുന്നു. നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും പ്രത്യേകിച്ച് മിഡ് ക്യാപ്പ് 100 സൂചിക ഇന്നലെ ഒരു ഓൾ ടൈം ഹൈ ലെവലിലേക്ക് എത്തുന്നൊരു സ്ഥിതിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. വളരെ ശക്തമല്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പലപ്പോഴും നമ്മുടെ മാർക്കറ്റ് സ്ക്രീൻ ഷോയിലടക്കം സഫാൻ്റെയും അതിനോടൊപ്പം മറ്റ് അനലിസ്റ്റുകളുടെയൊക്കെ ഒരു എക്സ്പെക്ടേഷൻ പരിശോധിക്കുമ്പോഴേക്കും ഒരു റാലി അറ്റംപ്റ്റ് സ്റ്റേജിലേക്കാണ് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നീങ്ങുന്നതെന്നാണ് സൂചിപ്പിച്ചിരുന്നത്. ഏതായാലും ഇന്നലെ നമുക്ക് ആ ഒരു റാലി കാണാൻ സാധിച്ചിരുന്നു. ഏകദേശം 400 പോയിന്റ്സ് അധികം ഒരു മൂവ്മെൻ്റ് ആണ് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് 100ൽ കണ്ടിരിക്കുന്നത്. സോ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സിലുള്ള എക്സ്പേർട്സിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഇപ്പോൾ ലീഡിംഗ് സെക്ടറായി ഈ മേഖലയെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അത് മിഡ് ക്യാപ്പ് ഇൻഡെക്സിലാണ് ഒട്ടുമിക്ക ഓഹരികളിലെല്ലാം എക്സ്പ്ലോസീവ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. ഇതൊരു സെക്ടർ റൊട്ടേഷൻ. ഇനി നെക്സ്റ്റ് റാലി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ നിന്നാവാനുള്ള ഒരു പോസിബിലിറ്റീസും അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട്. കറന്റ് ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിൽ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ്. കൂടാതെ 7th നവംബറിലാണ് ഹൈ ഡിമാൻഡ് സോണിൽ നിന്ന് അതായത് 59,692 എന്ന സോണിൽ നിന്ന് പ്രോപ്പർ റീടെസ്റ്റ് സ്കാനിൽ ഫോം ചെയ്തത്. അതിനെ തുടർന്ന് കണ്ടിന്യൂസ് അപ്സൈഡ് റാലിയാണ് ഈ ഒരു മേഖലയിൽ കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് ടൈം ന്യൂ ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആണ് കറന്റ് ഫോം ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കൂടാതെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം ഈ മേഖലയിലെ സ്റ്റോക്സിൽ ഇൻക്രീസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെന്റം ബസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അടുത്തതായിട്ട് നിഫ്റ്റി ഡിഫൻസ് ഇൻഡെക്സിലേക്ക് കൂടിയാണ് വരുന്നത്. നിഫ്റ്റി ഡിഫൻസ് ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഇടക്കാലത്ത് വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾക്ക് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വന്നതിന് പിന്നാലെ വലിയ തോതിലൊരു മൂവ്മെൻറ്റ് നടത്തിയ ഒരു ഇൻഡെക്സ് ആയിരുന്നു. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴേക്കും ഹൈ ലെവൽസിൽ ഈ ഒരു നിഫ്റ്റിയുടെ ഡിഫൻസ് ഇൻഡെക്സിൽ ഒരു സെല്ലിംഗ് പോർഷൻ നേരിട്ടതായിട്ടാണ് കാണുന്നത്. ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു റെസ്റ്റൻ്റ് ഏരിയയിലേക്ക് കടന്നതായിട്ടാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തിയിരിക്കുന്നത്. സോ ഈ ഒരു ഇൻഡെക്സിലുള്ള അനലിസ്റ്റുകളുടെ ഒരു വ്യൂ എന്താണ്?
ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂസ് റേഞ്ച് കൺസോൾട്ടേഷൻ ആയിരുന്നു നമുക്ക് ഷോർട്ട് ടൈമിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ റീസെന്റ് 10th നവംബറിൽ പ്രോപ്പർ ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആയ മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഈ ഒരു മേഖലയിൽ ഫോം ചെയ്ത് അതിനെ തുടർന്ന് കണ്ടിന്യൂസ് എക്സ്പ്ലോസീവ് മൂവ്മെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 8235 എന്ന ഹഡിൽ മറികടക്കുന്ന ഡിഫൻസ് ഇൻഡെക്സിനാണ് കറന്റ് കാണാൻ സാധിക്കുന്നത്. ഈ ലെവലിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഷോർട്ട് ടൈം റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ മേഖലയിലെ സ്റ്റോക്ക് GRSയിലും ആ ഒരു മൊമെന്റമാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് അനിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഹയർ ലെവലിൽ ഈ മേഖലയിലെ സ്റ്റോക്സിലെല്ലാം ഒരു റിജക്ഷൻ ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. GRSയിലും അങ്ങനെ ഒരു റിജക്ഷൻ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ 2762 എന്ന ഹൈ റിജക്ഷൻ സോൺ മറികടക്കുന്ന GRSനെയാണ് റീസെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ബുള്ളിഷ് എൻഗുൾഫിംഗ് ക്യാൻഡിൽ അങ്ങനെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. സഫാൻ, അടുത്തായിട്ട് ഓട്ടോ ഇൻഡെക്സിലേക്കാണ് വരുന്നത്. ഓട്ടോ ഇൻഡെക്സിനെ സംബന്ധിച്ചിരുന്ന് വളരെ നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടോ സ്റ്റോക്കുകളെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു അപ്ഡേഷൻ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. ഈ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും 20 വർഷത്തിന് മേലെയുള്ള വാഹനങ്ങളുടെ ഫിറ്റ്നസിൻ്റെ ആ ഒരു ഫീ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഫീ എന്ന് പറയുന്നത് കുത്തനെ ഏകദേശം 2000 രൂപയ്ക്ക് മുകളിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും കൺസ്യൂമേഴ്സിനെ വിലക്കുന്നതിനാണ് ഇത്തരമൊരു നടപടി എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കമ്പനികളെ സംബന്ധിച്ചിട്ടും ഇത് അത്ര പോസിറ്റീവായിട്ട് ന്യൂസ് അല്ല. സോ നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോ ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു എങ്കിൽ പോലും തിങ്കളാഴ്ച ആയപ്പോഴേക്കും വീണ്ടും ആ ഒരു റാലി റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 200-ലധികം പോയിന്റ്സിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ് ഇന്നലെ ഇൻട്രാഡേയിൽ നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിൽ കണ്ടിരുന്നത്. സോ നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിലുള്ള എക്സ്പേർട്സിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. കാരണം ഹയർ ലെവലിൽ ബേസ് ഫോർമേഷൻ, ലാർജ് ബേസ് ഫോർമേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ 7th നവംബറിൽ ലോവർ ലെവലിൽ ഡിമാൻഡ് എടുക്കുന്നത്, അതായത് 26,365 എന്നത് ഒരു പ്രോപ്പർ സപ്പോർട്ട് സോണായി ആക്ട് ചെയ്ത് കണ്ടിന്യൂസ് റേഞ്ച് കൺസോൾട്ടേഷൻ ആണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ പോലും 27,414 എന്ന ലെവൽ മറികടക്കുന്ന ഓട്ടോ ഇൻഡെക്സിനെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ്. അതായത് ഇന്നൊരു പ്രോപ്പർ ഫോളോ ത്രൂ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ഓട്ടോ സെക്ടറിൽ ഒരു മൊമെന്റം റാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അശോക് ലെയ്ലാൻഡിലേക്ക് കൂടി വരികയാണ്. അശോക് ലെയ്ലാൻഡിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഇന്നിപ്പോൾ അവരുടെ എക്സ് ഡിവിഡൻറ്റ് ഡേറ്റ് കൂടിയാണ്. ഇനി അതിനോടൊപ്പം ഓഹരിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും കഴിഞ്ഞൊരു ഓഗസ്റ്റ് 8 അല്ലെങ്കിൽ ഓഗസ്റ്റ് 11 ശേഷമുള്ളൊരു ദിവസങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും മികച്ച ഒരു നിലയിലാണ് ഈ ഒരു ഓഹരി ട്രേഡിംഗ് നടത്തി വരുന്നതെന്നറിയാം. എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള കറക്ഷൻസും പലപ്പോഴും ഓഹരിയിൽ നേരിട്ടുള്ളതായിട്ടാണ് അനലിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ ഒരു വളരെ ഫ്ലാറ്റായ ഒരു ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അശോക് ലെയ്ലാൻഡ് ഓഹരികളിലുള്ള എക്സ്പേർട്സിൻ്റെ ഒരു വ്യൂ എന്താണ്? സ്റ്റഡി പർപ്പസിനായി ഒരു സ്റ്റോക്കിന്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ചാർട്ട് പാറ്റേൺ ആണ് കറന്റ് ഫോം ചെയ്തിട്ടുള്ളത്. അതായത് ലാർജ് ബേസ് ഫോർമേഷൻ ആണ് കറന്റ് കാണാൻ സാധിക്കുന്നത്. അതൊരു വിന്നിംഗ് സ്റ്റോക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 1 സെപ്റ്റംബറിലാണ് പ്രോപ്പർ റീടെസ്റ്റ് സ്കാനിൽ 127 എന്ന ലെവൽ, അത് ഒരു ഹൈ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്ത് അതിന് തുടർന്ന് കണ്ടിന്യൂസ് സബ്സെ റാലിയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കറന്റ് ഒരു ബേസ് ഫോം ചെയ്ത് അതിൽ നിന്നും 11th നവംബറിൽ ഒരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നിയർ ടേം സപ്പോർട്ടായി 143 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നത്. കറന്റ് ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റ് ആണ്. കൂടാതെ റിലേറ്റീവ് സ്ട്രെങ്ത്തും വോളിയം ഇൻഡിക്കേഷൻസ് എല്ലാം ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുന്നുള്ള ഒരു പോസിബിലിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് മെറ്റൽ സ്റ്റോക്കുകളിലേക്ക് കൂടി ഒന്ന് വരേണ്ടതുണ്ട്. മെറ്റൽ സ്റ്റോക്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞൊരു മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസമൊക്കെ വളരെ ശക്തമായിട്ട് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഇൻഡെക്സ് കൂടിയായിരുന്നു നിഫ്റ്റിയുടെ മെറ്റൽ സൂചിക എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പൊതുവെ വളരെ ആവശ്യമായിട്ടുള്ള, വളരെ അനിവാര്യമായിട്ടുള്ള പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് ഈ ഒരു ഓഹരി, ഈ ഒരു സെക്ടറിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ നിഫ്റ്റിയുടെ മെറ്റൽ ഇൻഡെക്സിലുള്ള അനലിസ്റ്റുകളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ്? മെറ്റൽ ഇൻഡെക്സ് അനലൈസ് ചെയ്യുമ്പോൾ 3rd സെപ്റ്റംബറിലാണ് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്ത് അതിനെ തുടർന്ന് കണ്ടിന്യൂസ് അപ്സൈഡ് റാലിയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ റീസെന്റ് ഒരു ഹെൽത്തി കറക്ഷൻ, അതിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഹെൽത്തി പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 10,376, 10,120 എന്നത് ഈ ഒരു റേഞ്ച് ഒരു ഹൈ ഡിമാൻഡ് സോൺ ആണ്. ആ ഒരു സോണിൽ നിന്നും 7th നവംബർ പ്രോപ്പർ റീടെസ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്ത് ഇപ്പോഴും ഒരു പുൾ ബാക്ക് റാലി സ്റ്റേറ്റിലാണ് ഈ ഒരു മേഖല ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും.
ഈ മേഖലയിലെ ഒരു സ്റ്റോക്കായ ടാറ്റ സ്റ്റീലിന്റെ ചാർട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ചാണ് വേണ്ടതെന്നാണ് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. കാരണം ലാസ്റ്റ് 3 days ആയിട്ട് വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് ഈ ഒരു ഓഹരിയിൽ ഫോം ചെയ്യുന്നത്. കൂടാതെ 176 എന്ന നിയർ ടേം സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന ടാറ്റ സ്റ്റീലിനെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മേഖലയിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ക്യാനൽ ഫോം ചെയ്ത ഡേ ആണ് ലാർജ് ബേസ് ബ്രേക്ക്ഔട്ട് ക്യാനൽ ടാറ്റ സ്റ്റീൽ ഫോം ചെയ്തത്. അതിനെ തുടർന്ന് ഒരു 10% മുന്നേറ്റമാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ലാസ്റ്റ് 3 days ആയിട്ട് ഈ ഒരു ഓഹരിയിൽ വീക്ക്നെസ് ആണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ മെറ്റൽ ഇൻഡെക്സ് അനലൈസ് ചെയ്യുമ്പോൾ കറന്റ് ഒരു പുൾ ബാക്ക് റാലി സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും. സ്റ്റഫാൻ, അടുത്തായിട്ട് ഐ ടി ഇൻഡെക്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഐ ടി ഇൻഡെക്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് CLSAയുടെ ചീഫ് ഇക്വിറ്റി സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള അലക്സാണ്ടർ റെഡ്മൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് US വിപണികൾ ഒരു AI ബബിളിലേക്ക് കടന്നിരിക്കുന്നു, AI ബബിളിലേക്ക് അടുത്തിരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ AI റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സിൽ ക്യാഷ് ഔട്ട് ചെയ്യാനുള്ള നിർദ്ദേശമടക്കം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. AI സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ നോർമലി അല്ലെങ്കിൽ അതിന് US സ്റ്റോക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ US വിപണികൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ IT കമ്പനികളുമായിട്ട് ഇന്ത്യൻ IT ഇൻഡെക്സുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സെക്ടർ കൂടിയാണ്. IT ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ട് നമ്മൾ പലപ്പോഴും ഒരു ഡാർക്ക് ഹോർസ് സെക്ടറായിട്ടാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തിയിരിക്കുന്നത്. കാരണം മറ്റ് സെക്ടേഴ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു അണ്ടർ പെർഫോമിംഗ് സെക്ടറായിട്ടാണ് വിലയിരുത്തിയത്. വീണ്ടും അതൊരു റാലി അല്ലെങ്കിൽ വീണ്ടും അതിൻ്റെ ഒരു റിക്കവറി മോഡിൽ നിലനിൽക്കുമ്പോൾ ഇത്തരം വാർത്തകളാണ് വരുന്നത്. ഇനി ഈ ഒരു ഇൻഡെക്സിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഒരു വോളറ്റൈലായിട്ടൊരു മൂവ്മെൻ്റ് ആണ് ഈ ഒരു സെക്ടറിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലെയും വളരെ ഫ്ലാറ്റായ ഒരു ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലോ ലെവൽസിൽ കൃത്യമായിട്ടുള്ളൊരു ബൈയിങ് ഈ ഒരു സെക്ടറിൽ നടക്കുന്നതായിട്ട് അനലിസ്റ്റുകൾ പറയുന്നു. സോ IT ഇൻഡെക്സിൽ ഇനി മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്തായിട്ടാണ് എക്സ്പേർട്സ് പറയുന്നത്? അതെ, ഒരു എക്സ്പ്ലോസീവ് മൂവ്മെന്റിന് ശേഷം ഒരു ഹെൽത്തി കറക്ഷനാണ് കാണാൻ സാധിക്കുന്നത് IT ഓഹരികളിലെല്ലാം. എന്നാൽ ഇൻഫോസിസ് അതിൻ്റെ റേഞ്ച് കൺസോൾട്ടേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് റീസെൻ്റ്ലി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. IT ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം അനിൽ സൂചിപ്പിച്ച പോലെ തന്നെ ലോവർ ലെവലിൽ നിന്ന് ഡിമാൻഡ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 36,844 എന്ന നിയർ ടേം റെസിസ്റ്റൻസ് മറികടന്നാൽ ഒരു ഷോർട്ട് ടേം റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കറന്റ് ഒരു റാലി അറ്റംപ്റ്റ് ഫേസിലാണ് ഈ ഒരു മേഖല ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും. നിയർ ടേം സപ്പോർട്ടായി 36,000 എന്ന ലെവൽ കൺസിഡർ ചെയ്യാമെന്നതാണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ. അടുത്തായിട്ട് ഗേബ്രിയൽ ഇന്ത്യ എന്നൊരു ഓഹരിയിലേക്ക് കൂടിയാണ് വരുന്നത്. ഗേബ്രിയലിനെ സംബന്ധിച്ചിട്ട് ഇടക്കാലത്ത് വലിയ തോതിൽ നിക്ഷേപകർക്ക് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഓഹരി കൂടിയായിരുന്നു ഗേബ്രിയൽ ഇന്ത്യ എന്ന് പറയുന്ന. വലിയ തോതിൽ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ബിസിനസ് പ്രപ്പോസൽസും ബിസിനസ് സ്ട്രാറ്റജീസും ഒക്കെ ഇരു കൈ നീട്ടി നിക്ഷേപകർ സ്വീകരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു കണ്ടത്. എന്നാൽ വളരെ ശക്തമായിട്ട് ഈ ഒരു റാലിക്ക് ശേഷം കഴിഞ്ഞ ഒരു 4-5 ട്രേഡിംഗ് സെഷൻസിലായിട്ട് വളരെ ശക്തമായിട്ടുള്ള എന്നാൽ അനിവാര്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇന്നലെ മാത്രം ഏകദേശം 12% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ചോയ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് അടക്കമുള്ള പല ബ്രോക്കറിംഗ് ഫേമുകളും ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചുള്ള ഒരു ഓവർസ്ട്രെച്ച് വിലയിരുത്തലിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ടാർഗറ്റ് അടക്കം കുറയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഗേബ്രിയൽ ഇന്ത്യ ഓഹരികളിലുള്ള എക്സ്പേർട്സിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഈ ഒരു ഓഹരിയിൽ ലാസ്റ്റ് ഡേ കനത്ത സെൽ ഓഫ് ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 12% സെൽ ഓഫ് വിത്ത് ഹൈ വോളിയം ബേസ്ഡ്, അതായത് ഡിസ്ട്രിബ്യൂഷൻ ക്യാനലാണ് ലാസ്റ്റ് ഡേ ഫോം ചെയ്തിട്ടുള്ളത്. കൂടാതെ ടെക്നിക്കൽ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി ഒരു വീക്ക്നെസ് ആണ്, അതായത് റൗണ്ട് ടോപ്പ് പാറ്റേൺ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇതുപോലെ മാർക്കറ്റിൽ റൗണ്ട് ടോപ്പിൽ സെൽ ഓഫ് നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു വീക്ക്നെസ് ആണ്. ഫോർ എക്സാമ്പിൾ ഉഗ്രോ ക്യാപിറ്റലിലെല്ലാം ഹയർ ലെവലിൽ അതിന് ലിസ്റ്റിങ്ങിന് ശേഷം അങ്ങനെ ഒരു പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ ഒരു റൗണ്ട് ടോപ്പ് പാറ്റേൺ ആണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ഹയർ ലെവലെല്ലാം അതൊരു ഡിസ്ട്രിബ്യൂഷൻ ഹയർ ലെവലിൽ ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഇനി ഒരു സ്റ്റോക്കിൽ പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ 1305 എന്ന ലെവൽ മറികടക്കണമെന്നാണ് എക്സ്പെർട്സ് അഭിപ്രായപ്പെടുന്നത്. കറന്റ് വോളിയം ബേസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ് ഫോം ചെയ്തിട്ടുള്ളത്. നിയർ ടേം സപ്പോർട്ടായി 951 എന്ന ലെവൽ കൺസിഡർ ചെയ്യാമെന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ മേ ബി ഒരു റേഞ്ച് കൺസോൾട്ടേഷൻ ഉള്ള ഒരു പോസിബിലിറ്റീസും അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട്. സഫാൻ, അടുത്തായിട്ട് ചോദിക്കുന്നത് നിഫ്റ്റിയുടെ ഫാർമ സെക്ടറിലേക്കാണ്. ഫാർമയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്ക് നവംബർ 7 മുതൽ ഇങ്ങോട്ടേക്ക് ഏകദേശം 800-ലധികം പോയിൻറ്റ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ 750-ലധികം പോയിൻറ്റ്സിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഫാർമ സൂചികയിലുള്ള എക്സ്പേർട്സിൻ്റെ ഒരു ടേക്ക് എന്താണ്? ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് ഈ ഒരു മേഖല ട്രേഡ് ചെയ്യുന്നത്. ഫാർമ മേഖലയിൽ ലാസ്റ്റ് ഒരു സ്മോൾ ക്യാൻഡിൽ ഫോർമേഷൻ ആണെങ്കിൽ പോലും ലോവർ ലെവലിൽ നിന്ന് ഡിമാൻഡ് എടുക്കുന്ന ഫാർമ സെക്ടറിനെ ലാസ്റ്റ് ഡേ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ 22,674 എന്ന ലെവൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് എ ഗുഡ് സൈൻ. അതുകൊണ്ട് തന്നെ ഫാർമ മേഖലയിൽ മേ ബി ഒരു സെക്ടർ റൊട്ടേഷൻ, അതായത് ഫാർമ മേഖലയിൽ ഒരു അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് പല അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. കൂടാതെ ഈ ഒരു മേഖലയിലെ ഓഹരിയായ ബയോകോണിൽ നമുക്ക് ഒരു എക്സ്പ്ലോസീവ് മൂവ്മെന്റ് ആണ് കാണാൻ സാധിക്കുന്നത്. ഒരു വിന്നിംഗ് സ്റ്റോക്ക് ക്യാരക്ടറിസ്റ്റിക്സിലുള്ള ചാർട്ട് പാറ്റേൺ ആണ് ഈ ഒരു
സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുള്ളത്. 29 ഒക്ടോബറിൽ ഒരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് ക്യാനൽ ഫോം ചെയ്ത് അതിനുശേഷം കണ്ടിന്യൂസ് അപ്സർ റാലിയാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഒരു സ്പൈക്കിംഗ് വോളിയം ആക്ഷനുമാണ് റീസെന്റ് ഒരു സ്റ്റോക്കിലും അതുപോലെ ഈ ഒരു മേഖലയിൽ ഒട്ടുമിക്ക സ്റ്റോക്സിലെല്ലാം കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാർമ മേഖലയിൽ ഈ ഒരു റാലി കണ്ടിന്യൂഷൻ ഉള്ള ഒരു പോസിബിലിറ്റീസും അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട്. സഫാൻ, അടുത്തായിട്ട് ഐനോക്സ് വിൻഡിലേക്കാണ് വരുന്നത്. ഐനോക്സ് വിൻഡിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കമ്പനി ഒരു വീക്കിൽ കഴിഞ്ഞ വീക്കിൽ കമ്പനിയുടെ നമ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു ട്രേഡിംഗ് സെഷൻ പരിശോധിക്കുമ്പോഴേക്കും 1.5% നഷ്ടത്തിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം നവംബർ 11 മുതൽ ഇതേ സ്ഥിതി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഹൈ ലെവൽസിൽ വളരെ കൃത്യമായിട്ടൊരു സെൽ ഓഫ് ആണ് ഈ ഒരു ഓഹരി നേരിട്ടിരിക്കുന്നത്. സോ ഐനോക്സ് വിൻഡിലുള്ള എക്സ്പേർട്സിൻ്റെ ഒരു വ്യൂ എന്താണ്? സ്റ്റഡി പർപ്പസിനായി ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റ്, അതായത് ലോങ് ടേം ട്രെൻഡ് ഷോർട്ട് ടേം ട്രെൻഡും ബിയറിഷ്നെസ് ആണ് കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് ടൈം ഒരു വോളിയം ബേസ്ഡ് സെൽ ഓഫ് ഹയർ ലെവലെല്ലാം പോക്കറ്റ് പിവറ്റ് വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് ഈ ഒരു ഓഹരിയിൽ ഫോം ചെയ്തിട്ടുള്ളത്. 157 എന്നത് നിയർ ടേം റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് മറികടന്നാൽ മാത്രമേ ഒരു ഷോർട്ട് ടേം റാലി എക്സ്പെക്ട് ചെയ്യാവൂ. ലാസ്റ്റ് ടൈം ഒരു വോളിയം ബേസ്ഡ് ക്യാനലാണ് ഫോം ചെയ്തിട്ടുള്ളത്, വോളിയം ബേസ്ഡ് സെൽ ഓഫ് ക്യാനലാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേ ലോ ഇന്ന് ഹോൾഡ് ചെയ്യണം, അല്ലാത്ത പക്ഷം മോർ കറക്ഷൻ പോസിബിലിറ്റി എന്നതാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ. കറന്റ്ലി റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം നെഗറ്റീവ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 157 എന്ന മേഖല മറികടന്നാൽ മാത്രമേ ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യാവൂ. സഫാൻ, അടുത്തതായിട്ട് ഗോൾഡിയാം ഇന്റർനാഷണൽ എന്നൊരു ഓഹരിയിലേക്ക് കൂടിയാണ് വരുന്നത്. ഗോൾഡിയാമിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും പൊതുവെ ഒരു കൺസോളിഡേറ്റഡ് ഫേസിലായിരുന്നു കഴിഞ്ഞ കുറേ ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ നവംബർ 12 അതിനോടൊപ്പം തന്നെ പിന്നീട് വന്നുള്ള നവംബർ 12 ശേഷമുള്ള ട്രേഡിംഗ് സെഷൻസ് 12, 13 തീയതികളിലായിട്ട് ഒരു മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ വെള്ളി അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ട്രേഡിംഗ് സെഷൻ പരിശോധിക്കുമ്പോഴേക്കും വീണ്ടും ആ ഒരു ഹൈ ലെവൽസിൽ ഒരു സെൽ ഓഫ് ആണ് നേരിടുന്നത്. സോ ഗോൾഡിയാം ഇന്റർനാഷണലുള്ള എക്സ്പോർട്സിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഒരു റേഞ്ച് കൺസോളേഷൻ സ്റ്റേറ്റിലാണ് ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും. ലാസ്റ്റ് ഡേ എല്ലാം ഹയർ ലെവലിൽ റിജക്ഷൻ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. മേ ബി 395 എന്നത് നിയർ ടേം റെസിസ്റ്റൻസ് ആയും 350 എന്നത് നിയർ ടേം സപ്പോർട്ടായും ഈ ഒരു റേഞ്ച് കൺസോളേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. 395 എന്ന ഈ ഒരു ഹയർ ലെവലിലുള്ള റിജക്ഷൻ ഫോം ചെയ്ത ഈ ഒരു ഏരിയ മറികടന്നാൽ ഒരു ഷോർട്ട് ടേം റാലി എക്സ്പെക്ട് ചെയ്യാം. കാരണം റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം പോസിറ്റീവ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ക്യാൻഡിൽ പാറ്റേൺ നോക്കുമ്പോൾ ഈ ഒരു റേഞ്ച് കൺസോളേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തായിട്ട് ടൈറ്റനിലേക്കാണ് വരുന്നത്. ടൈറ്റനെ സംബന്ധിച്ചിട്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും പൊതുവെ മികച്ച ഒരു റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഓഹരി കൂടിയാണ് ടൈറ്റൻ എന്ന് പറയുന്നത്. കാര്യമായ തോതിലുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ ഈ ഒരു കാലയളവിൽ ടൈറ്റൻ ഓഹരികൾ നേരിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെയും 1% മുകളിലുള്ളൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. സോ ടൈറ്റൻ ഓഹരികളിലുള്ള എക്സ്പേർട്സിൻ്റെ ഒരു ടേക്ക് എന്താണ് സഫാൻ? ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ 20th ഒക്ടോബറിലാണ് ഒരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് ക്യാനൽ ഈ ഒരു ഓഹരിയിൽ ഫോം ചെയ്തത്. അതായത് 3711 എന്ന ലെവൽ മറികടന്ന ടൈറ്റനാണ് റീസെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ ഒരു സോൺ ഹൈ ഡിമാൻഡ് സോൺ ആയി ആക്ട് ചെയ്ത് പ്രോപ്പർ റീടെസ്റ്റ് ക്യാൻഡിൽസ് ആണ് ആ ഒരു ലെവലിൽ ഫോം ചെയ്തത്. അതിനെ തുടർന്ന് വീണ്ടും ഒരു അപ്സൈഡ് റാലിയാണ് കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് ഡേ ഒരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ആണ് ഈ ഒരു ഓഹരിയിൽ ഫോം ചെയ്തിട്ടുള്ളത്. മേ ബി ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ്. കറന്റ് ഒരു ടെക്നിക്കലി ഒരു വീക്ക്നെസ്സും ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നില്ല. കൂടാതെ സ്പൈക്കിംഗ് വോളിയം ആക്ഷൻ ആണ് ഓരോ ബ്രേക്ക്ഔട്ടിലും ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഏതായാലും സഫാനായിരുന്നു ഡീറ്റെയിൽസ് പങ്കുവച്ചത്. താങ്ക് യു സോ മച്ച് സഫാൻ. ഇതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അല്ല നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ നിക്ഷേപം നടത്തുന്നതിന് മുമ്പും കൃത്യമായിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷവും ഒപ്പം തന്നെ ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് ചെയ്തതിനു ശേഷവും മാത്രം നിക്ഷേപം നടത്തുക.